ഇന്നത്തെ സൺഡേ ആയിട്ട് ഞങ്ങളിത് ഉച്ചയായി ഇപ്പോൾ ഒന്ന് കഞ്ഞി കുടിക്കാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇവിടെ അബുദാബിയിലെ ഫ്രഷ് പാലസ് ഉണ്ട്, അവിടെ നല്ല കഞ്ഞി കിട്ടും. അപ്പോൾ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവാണ്. കുറേ നാളായിട്ട് ചേട്ടൻ പറയണത് കേട്ടോ, ഇവിടെ ഒരു കഞ്ഞിക്കടയുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളിത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നോർമൽ കഞ്ഞി ഉദ്ദേശിച്ചാണ് കേട്ടോ വന്നത്, പക്ഷേ നോർമൽ കഞ്ഞി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായി. അപ്പോൾ നോർമലായിട്ടുള്ള കഞ്ഞി കഴിഞ്ഞത് ബീഫ് കഞ്ഞിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ബീഫ് കഞ്ഞി തീർച്ചയായിട്ടും കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് ബീഫ് കഞ്ഞിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇതേ കഞ്ഞി വന്നു കേട്ടോ. കഞ്ഞി ഇതാണ് കഞ്ഞി, ഇത്രയുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി. നമ്മളിത് കഴിച്ച് തീരുമില്ലെന്ന് അറിയില്ല. പിന്നെ പപ്പടം ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, മീൻ വറുത്തത്, പയറുപ്പേരി, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല ചൂടാണ് കേട്ടോ. ഞങ്ങൾക്കൊന്നും എന്താ പറയുക, ഒരു ടീസ്പൂൺ പോലൊന്ന് വായിൽ വെച്ച് നോക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബീഫൊക്കെ ഇതിൻ്റെ ഇല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് തന്നേക്കണേ. ശുണ്ടുവിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഐസ്ക്രീമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവൾക്ക് എപ്പോൾ പോയാൽ ഐസ്ക്രീം വേണം. പിന്നെ അവൾക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്, അത് കാരണം അവൾക്കിത് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. അവിടെ ഒന്ന് വെച്ച് തേക്കല്ലേ ചുണ്ടു, ചൂടുണ്ടാ? ഓക്കെ തണിയിലത് കൊണ്ടാട്ട മുളകുണ്ട്, അച്ചാറുണ്ട്, പയർപ്പേരി ഉണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പപ്പടമുണ്ട്, ചെമ്മീൻ പൊടിയുണ്ട് കേട്ടോ. നല്ല കഞ്ഞിയാണ്, പക്ഷെ തീരുന്നില്ല, ഇത്ര ഉണ്ടാവും. ശരിയായി പോയി. ചുണ്ടാപ്പോൾ ഇവിടെ ഐസ്ക്രീം തിന്നാണ്. ഇങ്ങനെ കാണിച്ചിട്ട് ഇതേ കണ്ടില്ലേ, ആൾക്ക് ഇന്ന് വയറെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് തയ്ക്കാം. ഇതങ്ങനെ തീർത്തിട്ട് വേണമെങ്കിൽ പോകാനായിട്ട്. എടുത്തിക്കോ. പിന്നെ നമ്മുടെ അടുത്തൊരു ബ്യൂട്ടി പാർലർ അന്വേഷിച്ചൊരു ബിൽഡിങ്ങിൽ വന്നേക്കാം കേട്ടോ. എൻ്റെ മുടി ഒന്ന് സ്മൂത്തനിങ് ചെയ്യാനായിട്ട് അന്വേഷിച്ച് വന്നതാണ്. ഹലോ ഗേസ്, ഇവിടെ കൊണ്ട് വെറുതെ ലിഫ്റ്റ് കയറി ഇറക്കാണ് കേട്ടോ. ഈ ചുണ്ടമ്മത ലിഫ്റ്റ് കയറണം പറഞ്ഞ് ഏതോ ഒരു ഫ്ലാറ്റിൽ വന്നിട്ട് ഞങ്ങളിത് ബ്യൂട്ടി പാർലറിൻ്റെ നമ്പറും തപ്പി ഇറങ്ങി ഇവിടെ വരെ എത്തി. അപ്പോൾ ആൾക്ക് ലിഫ്റ്റ് കയറണം. സംഭവം ആ ബിൽഡിങ്ങിൽ ബ്യൂട്ടി പാർലർ ഉണ്ടായില്ല എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത്. അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളിത് കാറിലേക്ക് നടക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കഞ്ഞിക്കൂടിയൊക്കെ കഴിഞ്ഞു. കഞ്ഞി നല്ല കഞ്ഞിയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ എന്താ, ഞാൻ ഫുള്ള് കുടിച്ചിട്ടുണ്ടായില്ല, കാരണം അത്രമാത്രം ഉണ്ടായിരുന്നു. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ നല്ല ചൂടുമായിരുന്നു. പിന്നെ ഞാൻ നോർമൽ കഞ്ഞി ആണ് പ്രതീക്ഷിച്ച് പോയത്. അത്രയ്ക്കും ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളിത് റൂമിലെത്തി. കുറേ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു, ഷുണ്ടുവിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ വിരിച്ചിട്ടിട്ട് വേണം ഈ രണ്ടാമതിന് പള്ളിയിലേക്ക് ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ഇതേ ഡ്രസ്സൊക്കെ ഞാൻ വിരിച്ചിട്ടിട്ട് ഞങ്ങളിത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പള്ളിയിലേക്ക് പോകും. അങ്ങനെ നൈറ്റ് ആവാറായി, ഒരു 6:30 ഒക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് പള്ളിയിലേക്ക് പോവാണ്. നല്ല ട്രാഫിക്കാണ്. നമ്മൾ പള്ളിയിലെത്തി കേട്ടോ. ഇന്ന് നമ്മൾ പള്ളിയിൽ വന്നപ്പോൾ കുറച്ച് കൺട്രീസിൻ്റെ ഒക്കെ സ്കിറ്റും ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കോമൺ പള്ളിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കൺട്രീസിൻ്റെ കുർബാന നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ വരുന്നത് മലയാളം കുർബാന, ഞങ്ങൾക്ക് എത്താൻ പറ്റി ഞങ്ങൾ തമിഴ് കുർബാനയ്ക്കാണ് കൂടുതലും വരാറുള്ളത്. അപ്പോൾ കുറച്ച് കൺട്രീസിൻ്റെ ഒക്കെ സ്കിറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടൊരു പെരുന്നാളിനോട് അനുബന്ധിച്ച് നടത്തുന്ന സ്കിറ്റും ഡാൻസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച് ഇതൊരു ചേട്ടൻ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അതിന് പിന്നാലെ കുറച്ച് കുട്ടികൾ വരും, അവർ ഡാൻസ് ചെയ്യും. എന്താ പറയുക, തമിഴ് പാട്ട്, മലയാളം പാട്ട്, അങ്ങനെ ഒരുപാട് സിനിമ പാട്ടുകളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ഒരുപാട് കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു. പിന്നെ അവൾ ഡാൻസ് കളിക്കുന്ന കാരണം അവൾക്കും നല്ല വാശിയൊന്നും പിടിക്കാണ്ട് അവളും കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. ഞങ്ങൾ സാധാരണ വരുമ്പോൾ കുർബാനയ്ക്ക് മുമ്പേ എത്താറുണ്ട്.
ഇന്ന് പക്ഷെ വന്നപ്പോൾ പള്ളിയിൽ ഉള്ളിൽ ആരും ഉണ്ടായില്ല കേട്ടോ. എല്ലാവരും പുറത്ത് ഈ പരിപാടികളായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ടൈമിലത്തെ കുർബാന ചില മാറ്റിയിട്ടുണ്ടാവും. കാരണം ഞാൻ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ പള്ളിയുടെ ഉള്ളിലൊക്കെ ചെന്ന് പ്രാർത്ഥിച്ചു പോന്നു. ഇവളിതേ അതിന് മുമ്പേ തന്നെ ചുണ്ടൊരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഞങ്ങൾ കുറച്ചേരം പരിപാടിയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കും അടുത്ത് തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഷൂട്ടൊക്കെ ചെയ്തു. ഡാൻസും പരിപാടി നല്ല രസമുണ്ടായിരുന്നു കുട്ടികളുടെ ഡാൻസൊക്കെ കാണാനായിട്ട്. പിന്നെ ഞാനിവിടെ വന്ന് നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് വായിച്ചു. അവളിത് ഇവിടെ ഒരു പഴയൊരു ഹർബാൻ ഉണ്ടായിരുന്നേ, അതാകെ തുരുമ്പൊക്കെ പിടിച്ച് പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ്. അവൾക്ക് അതിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അതിൽ കയറ്റിയിരുത്തി. അത് കാരണം കുറച്ച് നേരം ഞങ്ങളെ പരിപാടിയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് ചെന്നു. പള്ളിയുടെ ഉള്ളിൽ ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഒരാൾ മാത്രമായിരുന്നു എന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്നത്. എല്ലാവരും പുറത്തായിരുന്നു. അത് കാരണമാണ് ഞാനിന്ന് പള്ളിയുടെ ഉള്ളിലൊക്കെ ശരിക്കും ഒന്ന് വീഡിയോസ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. സാധാരണ കുർബാന ടൈമിൽ നമ്മളങ്ങനെ എടുക്കാറൊന്നുമില്ല. ഇന്നിപ്പോൾ ആരും ഇല്ലാത്ത കാരണമാണ് എടുത്തത്. പിന്നെ ബേബി റൂമിലാണ് ഞങ്ങൾ ഇരുന്നത്. കാരണം ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം ഇരിക്കാറ്. അത് കാരണം അവൾ വന്നപ്പോൾ തന്നെ അതേ ഇവിടേക്ക് ഓടി വന്നു. ഇതൊക്കെ കണ്ടില്ലേ, സ്റ്റോൺ വർക്കാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഈ വർക്കൊക്കെ നല്ല സ്റ്റോൺ കൊണ്ടാണ് ഇപ്പോൾ ഈ വർക്കൊക്കെ ചെയ്തേക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ദേ കുറച്ചധികം ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് കുറച്ച് നല്ല സൈലൻ്റ് ആയ കാരണം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ വാശിയൊക്കെ പിടിച്ച് തുടങ്ങി. ആൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം മാത്രമേ കുറച്ച് ആൾ നിൽക്കുള്ളൂ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആളോട് കളിച്ചിരിക്കുന്നു. ഇപ്പോൾ പിള്ളേരൊന്നും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അത് കാരണം ആൾക്ക് ഒറ്റയ്ക്ക് കളിച്ചിട്ട് പിന്നെ ആൾക്ക് മതി. പിന്നെ ഞാനിതേ ഷോപ്പിങ്ങിനായിട്ട് നെസ്റ്റോയിൽ വന്നു. സാറ്റർഡേ സൺഡേ ആയ കാരണം വീക്കെൻഡ് ആണല്ലോ, അത് കാരണം ഭയങ്കര ട്രാഫിക്കും പാർക്കിങ്ങും ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഒന്ന് റൗണ്ട് അടിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ വേറെ സൂപ്പർ മാർക്കറ്റിൽ വന്നു. സഫീർ മാളിലേക്ക് വന്നിട്ട് ഞങ്ങളത് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ശുണ്ടുവിന് വീണ്ടും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പിന്നെ അവളെയും കൂട്ടി നമ്മളതേ റൂമിലേക്ക് പോവാണ്. ഇനി റൂമിൽ ചെന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കണം, ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സൺഡേത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ, ബൈ ബൈ.